സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്നും മറ്റും ഡൗൺലോഡ് ചെയ്യുന്ന PDF ഡോക്യുമെൻറ്റുകളിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ PDF ഡോക്യുമെൻറ്റുകളിലെ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഈ കാണിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഓൺലൈൻ സിറ്റിസൺ പോർട്ടൽ വഴി കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷ അപ്രൂവായി വന്നിട്ടുള്ളതും ഇങ്ങനെ അപ്രൂവായി വന്നിട്ടുള്ള ഈ ഡോക്യുമെൻറ്റുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഈ ഫയൽ പരിശോധിച്ചതെന്നും സൈൻ ചെയ്തിട്ടുള്ളതും ഉദ്യോഗസ്ഥലത്തിൽ അതിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഈ ഫയലിനെ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടോ എന്നുള്ളതും ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇതിലില്ല എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ വാലിഡേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതും ഈ ഉദാഹരണ സഹിതം ഈ വീഡിയോയിൽ കാണിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും. ഈ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡായ PDF-ൽ സിഗ്നേച്ചർ നോട്ട് വെരിഫൈഡ് എന്നാണ് കിടക്കുന്നത്. അവിടെ മഞ്ഞ കളറിലുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ് കിടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ട് സിഗ്നേച്ചർ വെരിഫൈഡ് എന്ന് തന്നെ കാണിക്കണം. അത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ PDF ഡോക്യുമെൻറ്റിനെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ PDF ഡോക്യുമെൻറ്റുകൾ പ്രോപ്പറായിട്ടുള്ള PDF സോഫ്റ്റ്വെയറുകളില്ലെങ്കിൽ അത് ഡിഫാൾട്ടായിട്ട് ഏതെങ്കിലും ബ്രൗസർ വിൻഡോകളിൽ ഓപ്പൺ ആവും. എഡ്ജ്, ക്രോം, ഫയർഫോക്സ് തുടങ്ങിയ ബ്രൗസറുകളുടെ വിൻഡോകളിലാണ് PDF ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇത് സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനുമായിട്ട് നമുക്ക് അഡോബ് അക്രോബാറ്റ് DC എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ആ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മഞ്ഞ കളറിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് വരുന്നത്. അവിടെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്തിട്ടില്ല, വാലിഡേറ്റ് ചെയ്തിട്ടില്ല. സിഗ്നേച്ചറിൽ ക്ലിക്ക് ചെയ്യുക. സിഗ്നേച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സിഗ്നേച്ചർ വാലിഡേഷൻ സ്റ്റാറ്റസ്, സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടാബ് വരും. ഷോ സൈനേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടാബിൽ കയറിയതിന് ശേഷം സമ്മറി, ഡീറ്റെയിൽസ്, ട്രസ്റ്റ്, പോളിസീസ് എന്ന് പറയുന്ന ടാബുകളിൽ ട്രസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ടു ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ടാബിൽ വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം അതിനുശേഷം വാലിഡേറ്റ് സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ ദണ്ടെ ഡിജിറ്റലി സൈൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ടിക്കിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ അവിടെ വാലിഡേറ്റായി സിഗ്നേച്ചർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു സിഗ്നേച്ചറിനെ വാലിഡേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ദണ്ടെ ഈ കാണുന്ന ഡിജിറ്റലി സൈൻഡ് ബൈ എന്ന് പറയുന്ന ഗ്രീൻ ടിക്കോട് കൂടി അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യുകയോ എല്ലാം ചെയ്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്രോബാറ്റ് DCയിൽ ഓപ്പണായി വരുമ്പോൾ ഇതുപോലെ ടിക്ക് മാർക്ക് തന്നെ കാണും. എന്നാൽ മറ്റ് ബ്രൗസർ വിൻഡോകളിലൊക്കെ ഓപ്പണായി വരുമ്പോൾ, മറ്റ് സോഫ്റ്റ്വെയറുകളിലൊക്കെ ഓപ്പണായി വരുമ്പോൾ ഈ ഒരു വാലിഡേഷൻ കാണത്തില്ല. ഇത് അക്രോബാറ്റ് DC തന്നെ ഓപ്പണായി വന്നതുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ സൈൻഡ് ബൈ എന്നും പറഞ്ഞ് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് തന്നെ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ സിഗ്നേച്ചർ നോട്ട് വെരിഫൈഡ് എന്നും പറഞ്ഞ് തന്നെ ആയിരിക്കും കിടക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അക്രോബാറ്റ് DCയിൽ ഇതിനെ ഓപ്പൺ ആക്കിയതിന് ശേഷം മൈക്രോസോഫ്റ്റ് പ്രിൻറ്റ് ടു PDF എന്ന് പറയുന്ന ഒരു PDF പ്രിൻ്ററിലേക്ക് ഇതിനെ പ്രിൻറ്റ് ചെയ്യുക. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം PDF ആയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്യുക. PDF പ്രിൻ്റ് എന്ന് പറയുന്നത് PDF ആയിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലോ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഏത് ഡോക്യുമെൻറ്റുകളെയും നമുക്ക് PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിനാണ് PDF പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്കുള്ളത്. അങ്ങനെ PDF പ്രിൻ്റായിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് എവിടെ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്താലും ആ ഡിജിറ്റൽ സിഗ്നേച്ചർ കാണിക്കും. ഇത് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട്. അത് വാലിഡേറ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഫയർഫോക്സിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയർഫോക്സിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സിഗ്നേച്ചർ വാലിഡേറ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്.
മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയും ഡിജിറ്റലി സൈൻഡ് ബൈ എന്ന് പറഞ്ഞ് തന്നെ ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അവിടെ സിഗ്നേച്ചർ വെരിഫൈഡ് ആണ്, വാലിഡേറ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗവൺമെൻറ് സൈറ്റുകളിൽ നിന്നും മറ്റും കിട്ടുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറുകളുള്ള PDF ഫയലുകൾ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.